ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യുന്നത് ഐസ്ക്രീം ബോൾ കൊണ്ട് ഒരു ചെറിയ ലോട്ടസിൻ്റെ മുട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ നമ്മുടെ ന്യൂസ് പേപ്പർ വെറുതെ റോൾ ചെയ്ത ഒരു ന്യൂസ് പേപ്പറാണ്. അതിൻ്റെ ഒരു തണ്ടിന് വേണ്ടിയിട്ട് അതിൽ പേപ്പർ ടേപ്പ് കൊണ്ട് നീളത്തിൽ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ച് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പേപ്പർ ടേപ്പ് വെച്ച് ഇനി ആ ഒരു ബോളിൽ ഫെവിക്കോൾ തേച്ചിട്ട് ഇത് ടിഷ്യൂ പേപ്പർ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അത് ഇതിൽ കാണിക്കുന്നത് പോലെ അത് ഫെവിക്കോൾ വെച്ച് കവർ ചെയ്ത് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഇതിൽ കാണിക്കുന്ന കണക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ചുരുട്ടി വെക്കുമ്പോഴത്തേക്ക് തന്നെ അത് മുട്ടിൻ്റെ ഒരു ഹാഫ് പോർഷൻ ആയിക്കഴിഞ്ഞ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ഈ സൈഡ് ചെയ്ത കണക്ക് തന്നെ അപ്പുറത്തെ സൈഡും കൂടി വെക്കുമ്പോഴത്തേക്ക് ആ ഒരു മുട്ടിൻ്റെ ഒരു എഫക്ഷൻ കിട്ടും. ഇതുപോലെ ഫെവിക്കോൾ തേച്ച് ഫെവിക്കോളിൽ മാത്രം ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് അത് നമ്മുടെ കയ്യിൽ ആ ഒരു ഫെവിക്കോള് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഈ ഒരു അതായത് ഈ പേപ്പർ ടിഷ്യൂ പേപ്പർ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ ആദ്യമേ നമ്മൾ ഫസ്റ്റ് ലെയറാണ് നമ്മൾ ഈ ഒട്ടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ മേളിൽ കൂടെ നമ്മൾ 1-2 ലെയർ ചെറുതായിട്ട് ചെയ്യും. അപ്പോൾ ഒരു ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചുരുട്ടി അതിൻ്റെ അകത്ത് ചെറിയ ഫെവിക്കോള് ചേർത്ത് അതൊരു മുട്ടിൻ്റെ ഒരു ഇതിൽ ആക്കി എടുക്കാനായിട്ടാണ്. ഒരു ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഇതുപോലെ ചുറ്റി വെറുതെ ചുരുട്ടി വയ്ക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതൊരു മുട്ടിൻ്റെ ഷേപ്പിലായി കിട്ടിക്കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ലെയറിന് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത് ഇനി അതിൻ്റെ ഒരു അടിഭാഗമുള്ളതിനും നമ്മൾ അതുപോലെ തന്നെയാണ് കവർ ചെയ്യുന്നത്. തിരിച്ച് വെച്ച് ഇതുപോലെ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഉണ്ട് കോട്ടിങ്. ഇപ്പം അത് ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ ടേപ്പാണ്. പേപ്പർ ടേപ്പ് ആകുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഒരു 2-3 ലെയർ ഞാൻ ഇതിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുട്ടിൻ്റെ ഒരു കറക്റ്റ് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം നമുക്കിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലാണ് ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇനി അത് കളറിങ് ചെയ്യുന്ന മെത്തേഡാണ്. ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഇതിപ്പോൾ പിങ്ക് കളർ ഞാൻ കുറച്ച് വെള്ളത്തോടെയാണ് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു വീതിയുള്ള ബ്രഷിൽ പിടിച്ചാൽ മതി, കംപ്ലീറ്റ് ഇനി ഇറങ്ങി വരുന്നോളൂ. ഇതുപോലെ നമുക്ക് കളർ ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു തണ്ടിന് ചുറ്റിയിരിക്കുന്നത് എന്ന് പറയുന്നത് ക്യാരി ബാഗിൻ്റെ ഗ്രീൻ കളറിലെയാണ്. അത് ചുറ്റി വരിഞ്ഞ് നീറ്റാക്കി എടുക്കാം. അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് മുട്ടിൻ്റെ അടിഭാഗത്ത് യെല്ലോ പ്ലസ് വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അതിമനോഹരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള